ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. 11-ാം സ്ഥലം ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. കാൽവരിയുടെ മുകളിലേട്ട് ചെല്ലുമ്പോൾ ആദ്യത്തെ കപ്പേള ഫ്രാൻസിസ്കൻസിൻ്റേതാണ്. അതിൻ്റെ അൾത്താരയ്ക്ക് പുറകിലുള്ള ചിത്രത്തിൽ തന്നെ കർത്താവിനെ ആണിയടിക്കുന്ന രംഗമാണ്. ഒപ്പം അബ്രാഹം ഇസഹാക്കിനെ ബലി കഴിക്കുന്നതും മുള്ളുകൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെയുമൊക്കെ നമുക്കവിടെ കാണാം. 1938 ബെർലുച്ചിയുടെ നേതൃത്വത്തിൽ മാർബിളും മൊസൈക്കും കൊണ്ടിത് മനോഹരമാക്കി നവീകരിക്കുന്നത്. കർത്താവിൻ്റെ കുരിശുമരണം, യോഹന്നാനും ഭക്തസ്ത്രീകളും അരികെ നിൽക്കുന്നത്, അബ്രാഹം ബലി കഴിക്കുന്നത് തുടങ്ങിയ ചിത്രീകരണങ്ങളാണ് ചുറ്റും. നടുക്ക് മധ്യകാലഘട്ടത്തിലെ രക്ഷകൻ്റെ രൂപം. അൾത്താരയും വിശിഷ്ടമാണ്. ഫ്ലോറൻസിലെ ഫെർഡിനാൻഡ് പ്രഭു, മെദിച്ചി കുടുംബത്തിലെ ഫെർഡിനാൻഡ് പ്രഭു സമ്മാനിച്ചത്. അതിൻ്റെ ചുറ്റും വെങ്കലത്തിൽ വെള്ളി പൂശിയ രംഗങ്ങൾ, പീഡാനുഭവത്തിൻ്റെ രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് 1558 സെൻറ്റ് മാർക്കിൻ്റെ ആശ്രമത്തിൽ നിന്നുള്ള ഡൊമിനിക്കോയാണ്. കർത്താവിൻ്റെ കൈകളിലും കാലുകളിലും അവരെ ആണിയടിച്ചു. റോമൻ പീഡന രീതിയാണ് കുരിശുമരണം. അവിടെ ശാസ്ത്രജ്ഞന്മാർ പറയുക, കയറുകൊണ്ട് കെട്ടുന്നതിനേക്കാൾ കൂടുതൽ പൊതുവെ ആണിയടിക്കലാണ് ഏറ്റവും കൂടുതലായിട്ട് നടന്നിരിക്കുന്നത്. 1968 ജെറുസലേമിൽ നിന്ന് കുരിശുമരണം വഴി മരിച്ച ഒരു വ്യക്തിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. ശാസ്ത്രജ്ഞന്മാർ ഇത് പരിശോധിച്ചപ്പോൾ 26 വയസ്സുള്ള ഒരു യുവാവിൻ്റേതാണിത്. 167 സെൻറ്റിമീറ്റർ ഉയരമുള്ളൊരു വ്യക്തി. കാലിൻ്റെ ഉപ്പിറ്റിക്ക് പുറകിലാണ് ആണിയടിച്ചിരിക്കുന്നത്. ആണി തുളഞ്ഞ് കയറി ഇപ്പുറത്ത് വളഞ്ഞു നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലിലൂടെ കയറി മരത്തോട് ചേർന്ന്. ഈ ആണിയടിക്കുമ്പോൾ ആദ്യം ഒരു മരത്തിൽ അടിച്ചു കയറ്റി. അത് പിസ്താക്കിയുടെയോ അക്കാച്ചയുടെയോ മരമാണ്. കുരിശ് ഒലിവ് മരമായിരുന്നു. ഇത് ഈ തണ്ടിലടിച്ച് കയറ്റിയതിന് ശേഷമാണ് കുരിശിനോട് ജോയിൻ ചെയ്യുന്നത്. കൈകളിൽ കണങ്കൈയുടെ ഇടയിലുള്ള വിടവിലാണ് ആണിയടിച്ച് കയറ്റിയിരിക്കുന്നത്. അതിൻ്റെയും അടയാളങ്ങൾ ഈ ശവശരീരത്തിൽ നിന്നും ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആണിയടിച്ച് മാംസം കീറി ഇതിൻ്റെ ഉള്ളിൽ ലോക്കാകുന്ന രീതിയിലാണ് ആണിയടിക്കുക. കാലുകളിലെ തൂങ്ങിക്കിടക്കുന്ന ശരീരം കാല് അടിയിലെ ഉപ്പിറ്റിയുടെ പുറകിലൂടെ ആണിയടിച്ച് നിർത്തുന്നു. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ തണ്ട് വെച്ച് കൊടുക്കുന്നു. ആ തണ്ട് വീണ്ടും വലിക്കുന്ന പീഡനത്തിൻ്റെ വേദന വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഒരു മാധ്യമം കൂടിയാണ്. അങ്ങനെ അവിടെ കിടന്ന് കൈ തൂങ്ങി ശ്വാസം മുട്ടിയോ രക്തം വാർന്നൊലിച്ചോ ഈ വ്യക്തി മരിക്കും. ആണിപ്പാടുകൾ കർത്താവിൻ്റെ ശരീരത്തിലൂടെ കയറിയത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ശരീരത്തെ പാവനമായി പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി സൂക്ഷിക്കാൻ നമുക്കാകുന്നുണ്ടോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.